വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഗൈസ്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് ഇതൊരു എയ്തർ 450X+ ആണ്. ഈ ഒരു ഇലക്ട്രിക് സ്കൂട്ടറാണ്. സോ ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇതിൻ്റെ ഒരു ഓണറാണ്. അപ്പോൾ ഈ ഓണർഷിപ്പിൻ്റെ മീൻസ് ഈ ഓണറിൻ്റെ ഒരു എക്സ്പീരിയൻസ്, പിന്നെ ഈ ഒരു വണ്ടി എടുക്കേണ്ട കാരണം, ഈ ഒരു വണ്ടി കൊണ്ടുള്ള ബെനിഫിറ്റ് എന്തൊക്കെയാണ് നമുക്കിന്ന് കേൾക്കാം. ഹലോ പേരെന്താ? ഹായ് സുധി. ഹായ്. ഹായ്. അപ്പോൾ ഈ വണ്ടിയെ പറ്റിയുള്ള പെർഫോമൻസ് ബാക്കി കാര്യങ്ങളൊക്കെ എന്താണ് തോന്നുന്നത്? പെർഫോമൻസ് എന്ന് പറയുമ്പോൾ വണ്ടി അത്യാവശ്യം നല്ല പവറൊക്കെ ഉള്ള വണ്ടിയാണ്. വെയിറ്റ് ഇല്ല, അതൊരു പ്രോബ്ലം. വെയിറ്റ് ഇല്ലാത്ത വെയിറ്റ് ഇല്ല എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഹൈവേയിലൊക്കെ പോകുമ്പോൾ നല്ലോണം കാറ്റ് വരും. ഇതിലിപ്പോൾ റാപ്പ് വരെ മോഡൽ റാപ്പിലൊക്കെ ഇട്ട് നല്ല സ്പീഡ് കിട്ടുന്നുണ്ട്. പക്ഷെ ആ സ്പീഡ് പോയി കഴിഞ്ഞാൽ വണ്ടി വീഴാൻ കണക്കിലാണ് നല്ല ലാത്തിലുണ്ട്. അപ്പോൾ ലോഡ് കയറുമ്പോഴോ? ലോഡ് കയറുമ്പോൾ പിന്നെയും കുഴപ്പമില്ല. നമ്മൾ ഒറ്റയ്ക്ക് പോകുമ്പോൾ ഇഷ്യൂ ആണ്, നല്ല ഇഷ്യൂ ആണ്. സർവീസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് വരുന്നത്? സർവീസ് 5000 കിലോമീറ്ററിലാണ് സർവീസ് വരുന്നത്. ഈച്ച് 5000 നമുക്ക് സർവീസ് ഉണ്ട്. പിന്നെ അങ്ങോട്ട് പോയി പറയാം, ഇവരുടെ ഒരു സർവീസും ഫ്രീ അല്ല. ഞാൻ നോർമലി നമ്മൾ ഏത് പെട്രോൾ വണ്ടി എടുത്താൽ പോലും ഫസ്റ്റ് സർവീസ് ഫ്രീ ആണ്. പക്ഷെ ഇവർക്ക് ഫ്രീ അല്ല, പെയ്ഡ് ആണ്. സർവീസ് ഓക്കെ പ്രത്യേകിച്ച് വാട്ടർ വാഷ് തന്നെയാണ്. പിന്നെ നമുക്ക് പോളിഷ് എന്തെങ്കിലും അടിച്ചു തരണമെങ്കിൽ വണ്ടി സ്മൂത്ത് ആയിട്ട് നല്ല ലുക്കിലൊക്കെ ഇരിക്കും. അതാണ് മെയിൻ കേസ്. മെയിൻ്റെനൻസ് ഒക്കെ? മെയിൻ്റെനൻസ് എന്ന് പറയുമ്പോൾ സ്ഥിരമായിട്ട് വരുന്ന ഒരേ ഒരു മെയിൻ്റെനൻസ് വണ്ടിയുടെ ബെൽറ്റ് ലൂബാണ്. അല്ലാതെ വേറെ പ്രൈസ് ഒക്കെ വരണം. ബെൽറ്റ് ലൂബ് അത് 150 ആണ് ബെൽറ്റിലുള്ള ലൂബി എന്നുള്ളത്. 150. നമുക്ക് ഷോറൂമിൽ കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ വെറുതെ ടൈം പാടാണ്. നമ്മൾ തന്നെ ചെയ്യുന്നതിലും ബെറ്റർ. ബെൽറ്റ് വാങ്ങിച്ച് നമ്മൾ ലൂബ് അടിക്കണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുമല്ലേ? നമുക്ക് ഇതാ ഇവിടെ സൈഡിലൊരു ഈ സൈഡിലെ കവർ ഉണ്ടല്ലോ, ഈ കവർ അലങ്കിയാണ്. നമുക്കത് ഇളക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അത് ഇളക്കിയിട്ട് ജസ്റ്റ് ബ്രഷ് കിട്ടും. നമ്മൾ ഓൺലൈനിൽ തന്നെ ഇതിന്റെ പ്രോഡക്റ്റ് വാങ്ങാൻ കിട്ടും. വാങ്ങുന്ന ക്ലീൻ ചെയ്യാൻ സ്പ്രേ അടിച്ചാൽ. കാരണം ഇതിപ്പം ഇത് കണ്ടോ, ഇവിടത്തെ മൾഗാർഡ് ഇല്ല. ഇവിടെ ഇത്രയും ഹാഫ് കട്ടാണ് മൾഗാർഡ് വന്നത്. അതുകൊണ്ട് മഴയും ചെളിയൊക്കെ നല്ല രീതിയിൽ അടിച്ചു കയറും. അപ്പൊ നമ്മൾ ഈ കമ്പനി കൊണ്ട് തന്നെ ലൂബ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ആഴ്ച തോറും കൊണ്ട് ലൂബ് ചെയ്യേണ്ടി പ്രശ്നമാണ്. അപ്പൊ ഇതില് മോഡ് ഏതൊക്കെ ഉണ്ട്? എത്ര മോഡാണ് ഉള്ളത്? മോഡ് ഇപ്പോൾ ഉള്ളത് നാല് മോഡാണ്. നമുക്ക് എക്കോ ഉണ്ട്. എക്കോ ആക്ച്വലി ഇവരെ സ്പീഡ് കൺട്രോൾ ചെയ്യും. എക്കോയില് 90 വരെ ഞാൻ കയറിയിട്ടുണ്ട്. പക്ഷെ എന്നാലും നമുക്ക് ഒരു 50ക്ക് താഴെയാണ് ഇപ്പം 47 കിലോമീറ്റർ ഇപ്പോൾ ഓടാൻ പറ്റുന്നത്. ഈ ടൈമിന് നമ്മൾ ഓടിക്കുന്ന ഇത് ഓട്ടോമാറ്റിക്കായിട്ട് സ്പീഡ് കുറച്ചാണ്. നമ്മൾ ഓടിക്കുന്നതിന് ഇടയ്ക്ക് തന്നെ കുറച്ചാണ്. പിന്നെ ഉള്ള റൈഡാണ്. റൈഡ് നമുക്ക് സ്പീഡ് കൺട്രോൾ ഒന്നുമില്ല, നമുക്ക് ഇഷ്ടത്തിന് പോവാം. ആവറേജ് പവറാണ്. ഇത് ആക്ച്വലി പവറാണ് കൺട്രോൾ ചെയ്യണം ഫുള്ള്. പിന്നെ സ്പോർട്ടും റാപ്പും ഇത് ഫുൾ സ്പീഡാണ്. എത്ര km/h ആകും? ഞാനിപ്പോ കയറിയിട്ടോ 95 വരെയൊക്കെ ഞാൻ മാക്സിമം പോയി. കൂടുതൽ പോകും, പക്ഷെ വെയിറ്റ് വിസ്റ്റാൻഡ് ഇല്ലാത്തതുകൊണ്ടാണ് കയറാത്തത്. ഫുൾ ഓവർവ്യൂ എന്ന് പറയുമ്പോൾ വണ്ടി ഇപ്പൊ എങ്ങനെയാണ് ഇഷ്ടപ്പെടുന്നുണ്ടോ, അല്ലെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ പേഴ്സണലി? അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഞാൻ എന്നുവെച്ചാൽ ഒരുപാട് അങ്ങനെ ഇഷ്ടമാണെന്ന് പറയില്ല. പക്ഷെ നമുക്ക് ഡെയിലി യൂസിന് പറ്റിയൊരു വണ്ടി തന്നെയാണ്. ലോങ്ങോ അങ്ങനെ പോകാൻ പറ്റില്ല. കാരണം ചാർജ് ചെയ്ത് ഒന്ന് ചാർജിങ്ങിന്റെ കേസ്, രണ്ട് ഈ സീറ്റിന്റെ നടു ധരിച്ച് പൊട്ടും. ഒരു രക്ഷയല്ല. നമ്മളെ കൈ നടുവൊക്കെ ഫുൾ ഇൻക്ലൈൻഡ് ആണ്. പിന്നെ ഇത് ഒട്ടും ക്വാളിറ്റി ഇല്ല. സീറ്റ് ചപ്പി പെട്ടെന്ന് വാങ്ങിച്ച് 1 മാസത്തിനായി ഇത് ചപ്പിയായിരുന്നു. ഇവര് 450X ഇറക്കിയതിനേക്കാളും ബെറ്റർ ആയിട്ട് വേറെ ഏതെങ്കിലും പറയാൻ പറ്റുമോ? റിസ്ത കൊള്ളാം. റിസ്ത ആക്ച്വലി കുറച്ചും കൂടെ ഫാമിലി കംഫർട്ടബിൾ ആയിട്ട് അവർ ഇറക്കിയ മോഡലാണ്. അത് കുറച്ചുകൂടെ ബൂട്ട് സ്പേസ്, ഇതിന്റെ ഇപ്പം ബൂട്ട് സ്പേസ് നോക്കിക്കഴിഞ്ഞാൽ ഒരു ചാർജർ വെച്ച് നമുക്ക് വലിയ ഒരുപാട് സാധനം നോക്കാൻ പറ്റില്ല. പക്ഷേ റിസ്തയിൽ കുറേ കൂടെ കപ്പാസിറ്റി ഉണ്ട്. ഫാമിലി ബേസ് നമുക്ക് ഓടിക്കാൻ നോക്കിയാൽ റിസ്തയാണ് നല്ലത്. ഒറ്റയ്ക്കൊക്കെ ഓടിക്കാനാണ് ഇത് നല്ല വണ്ടി തന്നെയാണ്. ഓക്കെ. ഇപ്പോൾ ഈ ഒരു വണ്ടിയിലേക്ക് ചേഞ്ച് ചെയ്യാനുള്ള എന്തെങ്കിലും കാരണമുണ്ടോ ഇലക്ട്രിക്കിലേക്ക്? മെയിനായിട്ട് നമ്മുടെ പെട്രോളിന്റെ പ്രൈസ് തന്നെയാണ് പ്രശ്നം. ഓക്കെ. ഇപ്പം മന്ത്ലി ഞാൻ ഡെയിലി ഓഫീസിൽ പോയിട്ട് വരുന്ന അനുസരിച്ച് മന്ത്ലി എനിക്കൊരു 3000 അല്ലെങ്കിൽ 4000 ആണ് പെട്രോൾ അടിച്ച് പോകണമെങ്കിൽ ആവുന്നത്. ഓക്കെ. ഇതിനിപ്പോൾ എനിക്ക് 2 മാസം കൊണ്ട് 800 ബില്ല് വരുന്നുണ്ട്. വണ്ടിക്ക് ചാർജിങ് 800 ഉള്ളൂ. വീട്ടിൽ ചാർജ് ചെയ്യണമെങ്കിൽ 800 ഉള്ളൂ. ഓക്കെ. അപ്പോൾ എന്തായാലും ഈ ഒരു വണ്ടി കൊണ്ട് ഇതുവരെയും തോന്നിയിട്ടുള്ള ഒരു ബെനിഫിറ്റ് ആണോ അതോ ലോസ് ആണോ? അല്ല, ലോസ് എന്ന് ഫുള്ളി പറയാൻ പറ്റത്തില്ല. കാരണം നമ്മളിപ്പം പെട്രോൾ വണ്ടി എടുത്താലും ഓയിൽ ചേഞ്ചിങ്ങും ബാക്കിയുള്ള സർവീസും ബ്രേക്ക് പാഡും എല്ലാം വരുന്നുണ്ട്. ഇതിന് ബെൽറ്റ് ലൂബും ബ്രേക്ക് പാഡാണ് മെയിൻ ആയിട്ടുള്ള മെയിൻ്റെനൻസ് കണ്ടിന്യൂസ് ആയിട്ട് വരുന്നത്. പിന്നെ നമ്മൾ ഓട്ടോ അനുസരിച്ചിരിക്കും. പിന്നെ നമ്മൾ ഇലക്ട്രിക് വണ്ടി എടുക്കുകയാണെങ്കിൽ ഓട്ടോ ഉണ്ടെങ്കിലും എടുക്കാവും. വണ്ടി ഓട്ടോ അല്ലാതെ ചുമ്മാ ഇലക്ട്രിക് വണ്ടി എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു യൂസും ഇല്ല. ബാറ്ററി കംപ്ലൈന്റ് അങ്ങനെയൊക്കെ അല്ലേ? ബാറ്ററി 2 ദിവസമാണല്ലേ? ആക്ച്വലി അത് കിലോമീറ്റർ കൂടെ വെച്ച് നോക്കണം. നമുക്ക് കമ്പനി തരുന്നത് ഐ തിങ്ക് 3 ഇയറും 30,000 ആണ്. നമുക്കത് എക്സ്റ്റെൻഡ് 60,000
പിന്നെ 6 years ആക്കാൻ പറ്റും. എക്സ്റ്റൻഡ് വാറന്റി എന്ന് പറഞ്ഞ സാധനം പുതുക്കാം. എക്സ്റ്റൻഡ് വാറന്റി അവർ തരും, നമുക്ക് വാങ്ങാൻ പറ്റും. അഡീഷണൽ എമൗണ്ട് കൊടുത്ത് എക്സ്റ്റൻഡ് വാറന്റി എടുക്കാൻ പറ്റും. അതാണ് നല്ലത്. പിന്നെ ഇതിന്റെ ഡാഷ്ബോർഡ് കുറച്ച് ബഗ്ഗിയാണ്. നമുക്ക് ഇതാ ഈ ജോയിസ്റ്റിക് ഒന്നും വലിയ പ്രത്യേകിച്ച് നമ്മൾ യൂസ് ചെയ്ത് മ്യൂസിക് പ്ലേ ചെയ്യാനും പിന്നെ ബ്രൈറ്റ്നസ് വണ്ടി ഓടിക്കുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് കൺട്രോൾ തരാൻ വേണ്ടി. ചാർജിങ് പോർട്ടൊക്കെ കംഫർട്ടാണോ? അതൊന്നും കുഴപ്പമില്ല, ചാർജിങ് പോർട്ടൊക്കെ ഓക്കെ. എത്ര ഇത് ചാർജ് ചെയ്യാറ് കേട്ടോ? കുഴപ്പമില്ല. നമ്മൾ ഗ്രിഡ് ഉണ്ട്, ഏതാണ്ട് ഗ്രിഡ് ഫാസ്റ്റ് ചാർജിങ് ആണ്. അതിലൊരു 1 മണിക്കൂർ കൊണ്ടൊക്കെ 80% വരെയൊക്കെ 80% വരെ അവർ ചെയ്യത്തുള്ളൂ, അതിനപ്പുറം പോകത്തില്ല. അപ്പോൾ താങ്ക് യു സുധി ഫോർ എ വാല്യുബിൾ ഫീഡ്ബാക്ക് ഇൻ 450X. താങ്ക് യു. ഓക്കെ സുധി, പിന്നെ വേറെ എന്തോ ഉണ്ടായിരുന്നല്ലോ. അല്ല കൈ വിട്ട അത് കഴിഞ്ഞു. ഇല്ലടാ, വേറെ എന്തോ ഒരു കാര്യം കൊണ്ട് ചോദിക്കണ്ടായിരുന്നു. വണ്ടിയുടെ ബാറ്ററി വാറന്റി അവർ തരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വാറന്റി പീരീഡിനകത്ത് 70% താഴെ ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പ് കുറയുകയാണെങ്കിലാണ് അവർ ഫ്രീ റിപ്ലേസ്മെൻറ്റ്. അതിനുശേഷം പോയി കഴിയുമ്പോൾ നമ്മൾ കയ്യിൽ നിന്ന് തന്നെ എമൗണ്ട് പോകും. ഐ തിങ്ക് അബോവ് 50,000 എന്തോ ഓൾമോസ്റ്റ് ബാറ്ററി റിപ്ലേസ്മെൻറ്റിനാവും വരുന്നുണ്ട്. അത് ആൾറെഡി നമുക്ക് എന്താണെങ്കിലും ഐഫോണിന്റെ ബാക്കപ്പ് ആണെങ്കിലും ബാറ്ററിയുടെ എന്താണെങ്കിലും അത് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റുന്നില്ല. ഇല്ല ഹെൽത്തും അങ്ങനെ പറയാൻ പറ്റത്തില്ല. പക്ഷേ ഈ 60,000 കിലോമീറ്റർ വാറന്റി അവർ പ്രൊവൈഡ് ചെയ്യുന്നില്ലേ, അതിനകത്ത് വെച്ച് 70,000 അത് റെയർ ആണ് കേട്ടോ. പക്ഷേ ഞാനിപ്പോൾ എടുത്തിട്ട് 1 year ആയി. ഒരു 11,000 ആണ് ഇപ്പോൾ ഞാൻ ഓടിയ കിലോമീറ്റർ. എനിക്ക് ഇതുവരെ ബാറ്ററി ബാക്കപ്പിന് ഒരു പ്രോബ്ലം തോന്നിയിട്ടില്ല. പിന്നെ ഇത് ചാർജ് ഇടയ്ക്ക് കൊണ്ട് ചാർജ് ചെയ്താലും മതിയല്ലോ, ഇഷ്യൂസ് ഒന്നും. ഇപ്പോൾ എല്ലായിടത്തും ഇതിൻ്റെ ഗ്രിഡും ചാർജിങ് പോർട്ടും എല്ലാം മറ്റേ ACBയുടെ ചാർജിങ് പോർട്ടും എല്ലാം അവൈലബിൾ ആണ്. അതുകൊണ്ട് അതൊന്നും വലിയ വിഷയമൊന്നുമില്ല. ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും നമ്മുടെ 450Xൻ്റെ ഒരു ഓണസ്റ്റ് റിവ്യൂ ആണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇപ്പോൾ ഈ ഒരു വീഡിയോ വെച്ച് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. എനിവേ എന്തായാലും നല്ലൊരു ഇതാണ് അല്ലെങ്കിൽ നമുക്കിപ്പോൾ കിട്ടിയത്. അതെ, അതിനകത്ത് ഇപ്പോൾ എന്താണ് ഡിഫക്റ്റായിട്ട് വരുന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ അതിലെ നല്ല കാര്യങ്ങൾ എന്താണെങ്കിലും നമുക്ക് എന്തായാലും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഇപ്പോൾ ഈ ഒരു വീഡിയോ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. നെക്സ്റ്റ് അടുത്തൊരു വീഡിയോ വെച്ച് കാണും വരെ bye. And this is Sudhi and this is Ogi. Okay, bye.